കാസർഗോഡ് സാർവജനിക ഗണേശോത്സവത്തിന്റെ 60ാം വാർഷികത്തിന്റെ ഭാഗമായി ധർമ്മസ്ഥല ധർമാധികാരി പത്മഭൂഷൺ ഡോക്ടർ ഡി വീരേന്ദ്ര ഹെഗ്ഡെ ആദരിച്ചു. വ്യത്യസ്തങ്ങളായ പരിപാടികളോടെയാണ് ഗണേശ മഹോത്സവം കൊണ്ടാടുന്നത്. ഗണപതി ഹോമം, അഷ്ടോത്തര ശതനാളികേരയാഗം, ഹോമപൂർണാഹുതി, പൂജ, അന്നദാനം എന്നിവ വിവിധ പരിപാടികളോടെ നടന്നു. തുടർന്നായിരുന്നു പത്മശ്രീ രാജർഷി ഡോക്ടർ സി വീരേന്ദ്ര ഹെഗ്ഡെക്ക് രാജകീയ സ്വീകരണം നൽകിയത്. കറന്തക്കാട് ശ്രീ വീരഹനുമാൻ മന്ദിര പരിസരത്തിൽ നിന്നുമാണ് അദ്ദേഹത്തെ സ്വീകരണം നൽകി ആനയിച്ചത്. തുടർന്ന് 4:30 ധാർമ്മിക സഭ നടന്നു. ചടങ്ങിൽ കോട്ടയം ശ്രീ വീരാഞ്ജനേയ ദേവസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ അനന്തകാമത്ത് അധ്യക്ഷത വഹിച്ചു. മുൻ കേന്ദ്രമന്ത്രി ഒ രാജഗോപാൽ, ലോക്സഭാംഗം നളിൻ കുമാർ കട്ടീൽ, BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. അദ്ദേഹം ഈ പരിപാടി ആവിഷ്കരിച്ചത് 1856 അന്ന് സ്വാതന്ത്ര്യം കിട്ടലായിരുന്നു പ്രധാനം. എന്നാൽ ഇന്ന് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞു. അപ്പൊ സ്വാതന്ത്ര്യം കിട്ടുന്നതല്ല പ്രശ്നം. നമ്മുടെ നാടിൻ്റെ ജനതയ്ക്ക് മുഴുവൻ സ്വന്തം സംസ്കാരം, സ്വന്തം പൈതൃകം, സ്വന്തം നമ്മുടെ മഹാത്മാക്കളായിട്ടുള്ള പഴയ പൂർവികന്മാർ, അവരുടെ സംസ്കാരം, ആ മഹാത്മാക്കളെ അനുസ്മരിക്കാനും അതനുസരിച്ചിട്ടുള്ള ഒരു ജീവിതം നമുക്കുണ്ടാവേണ്ടത് ആവശ്യമാണ്. ഡോക്ടർ വീരേന്ദ്ര ഹെഗ്ഡെ ചടങ്ങിൽ ആദരിച്ചു. ಗಣೇಶೋತ್ಸವದ ವತಿಯಿಂದ ಎಲ್ಲ ಸಮಸ್ತ ಭಗವದ್ಭಕ್ತರ ಪರವಾಗಿ ಸಲ್ಲಿಸ್ತಾ ಇದ್ದೇವೆ. ರಾಜಕಾರಣಿಗಳಿಗೆ ಸನ್ಮಾನ ಮಾಡೋದಾದರೆ ಮೊದಲೇ ಅವರು ಆಯ್ಕೆಯಾದರು. ಇವತ್ತು ಅವರು MLA ಆದರು, ಮಿನಿಸ್ಟರ್ ಆದರು, ಇವತ್ತು ಅವರು MP ಆದರು ಅಂತಂದರೆ ಮೊದಲನೇ ದಿವಸ ಸನ್ಮಾನ ಮಾಡಬೇಡಿ, ಅವರ ಟರ್ಮಿನ ಕೊನೆಯ ದಿವಸ ಸನ್ಮಾನ ಮಾಡಿ ಅಂತ. ಅಂದರೆ ಅವರಿಗೆ ಅದೊಂದು ಸವಾಲು. ಮೊದಲು ಎಲ್ಲರೂ ಸನ್ಮಾನ ಮಾಡ್ತಾರೆ, ಕಡೆಗೆ ಯಾರು ಮಾಡಬೇಕಾದ್ರೆ ಅವ್ರಿಗೆ ಅಷ್ಟು ಸೇವೆ ಮಾಡಿರಬೇಕು, ಅಷ್ಟು ಅವರಿಂದ ಜನರಿಗೆ ಉಪಕಾರ ಆಗಿರಬೇಕು, ಜನ ಅವರನ್ನು ನೆನಪಿಟ್ಕೊಂಡಿರ್ಬೇಕು, ಆವಾಗ ಕೊನೆಗೆ ಸನ್ಮಾನ ಮಾಡ್ತಾರೆ ನನ್ನ ಮಾತನ್ನ ಗುರುಗಳು ಹೇಳಿದರು. ನನಗೆ ಸ್ವಲ್ಪ ಈ ಪದ್ಮವಿಭೂಷಣ ಮಾರ್ಕ್ ಹೋಗ್ತಾ ಇರ್ತದೆ. ಆಯ್ತಪ್ಪ, 3 ತಿಂಗಳಾಯ್ತು, 6 ತಿಂಗಳಾಯ್ತು, ಆವಾಗ ನೀವೆಲ್ಲ ನೆನಪು ಮಾಡಿಕೊಡ್ತೀರಿ ನನಗೆ. ನೋಡಿ, ಎಚ್ಚರಿಕೆ, ನಿಮಗೊಂದು ಪ್ರಶಸ್ತಿ ಬಂದಿದೆ, ಇನ್ನೂ ಧರ್ಮ ಕಾರ್ಯ ಮಾಡಬೇಕು ಅಂತ ಎಚ್ಚರಿಸ್ತೀರಿ. ദിനേശ് മടപ്പുര, CV പൊതുവാൾ തുടങ്ങിയവരും സംസാരിച്ചു.